ബ്രെഡ് മതി. 5 മിനിറ്റിൽ സോഫ്റ്റും ചീസി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡി. എല്ലാവരും ചോദിച്ച് വാങ്ങി കഴിക്കുന്ന ഈ ഒരു അടിപൊളി റെസിപ്പി നമുക്കിന്ന് ഉണ്ടാക്കിയാലോ? വരൂ. ഇതിനായി നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് വേണം, പിന്നെ ചില്ലി ഫ്ലേക്സ്, പിന്നെ കുറച്ച് ഉപ്പ് കേട്ടോ. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത്. ഞാൻ ഈ ചില്ലി ഫ്ലേക്സ് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. സാധാരണ ചതച്ച മുളക് നന്നായിട്ട് ചതഞ്ഞിരിക്കണതുകൊണ്ട് ഇത് കുറച്ച് കളർ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ കാണുന്ന ചില്ലി ഞാനിങ്ങനെ കട്ട് ചെയ്ത് കുഞ്ഞിതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചതാണ്. പിന്നെ ഇനി നമുക്ക് ആവശ്യമുള്ളത് 2 മുട്ടയാണ് കേട്ടോ ആവശ്യമുള്ളത്. ഇത് വേവിച്ച മുട്ടയല്ല, പച്ച മുട്ടയാണ്. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് ആ ബൗളിലേക്ക് ഈ 2 മുട്ടയും പൊട്ടിച്ചൊഴിക്കാവേ. അതിനുശേഷം നമുക്ക് ഇപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾ ഇട്ടോളൂ. ഇപ്പോൾ ഉപ്പിട്ടിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തോളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചില്ലി ഫ്ലേക്സും നമ്മുടെ കൊറിയൻഡർ ലീഫും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് വേണ്ടത് ബ്രെഡാണ് കേട്ടോ. ഇത് വളരെ സ്മോൾ സൈസ് ബ്രെഡാണ്. അതാണ് 4 സ്ലൈസ് എടുത്തിരിക്കുന്നത്. 2 സ്ലൈസ് ബ്രെഡ് മതി നോർമൽ ബ്രെഡാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ 2 സൈഡും ആ ബ്രൗൺ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം നമുക്ക് ഒരു കുഞ്ഞ് ഒരു 1/2 ഇഞ്ച് ഇതിൽ ഭംഗിയിൽ നല്ല സ്ട്രിപ്പായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. നല്ല ഭംഗിയിൽ കട്ട് ചെയ്തെടുത്തോളൂ, മുറിഞ്ഞു പോവാതെ. നല്ല അടിപൊളിയായിരിക്കും. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഒരു പാൻ നമ്മൾ ചൂടാക്കാൻ വെക്കണം. അതിലേക്ക് നമുക്ക് കുറച്ച് ചൂടായ ശേഷം ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. ബട്ടർ ആവശ്യമുള്ള ഏരിയയിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നീളത്തിലാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ നീളത്തിലേക്ക് നന്നായിട്ട് വീതിയിൽ നീളത്തിലായിട്ട് നമ്മൾ ബട്ടർ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഒരു പാൻ എടുത്ത് ചൂടായ ശേഷം ബട്ടർ അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ബ്രെഡ് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ സ്ട്രിപ്പുകൾ, അത് ഓരോന്നായിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ ഈ പാനിലേക്ക് നിരത്തി വെക്കുക കേട്ടോ. നമ്മൾ 2 സെക്ഷനായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പാനിലേക്ക് നിരത്തി വെച്ചു. ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, മുട്ടയും നമ്മുടെ കൊറിയൻഡറും എല്ലാം കൂടിയുള്ള മിക്സ്, ആ മിക്സ് ഈ ഗ്യാപ്പിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് ചെറിയ ബ്രെഡ് ആയതുകൊണ്ടാണ് ഞാൻ 2 ലെയറായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. വലിയ ബ്രെഡാണെങ്കിൽ ഒരു സിംഗിൾ ലെയർ വെച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ 2 സൈഡും കൂടി മിക്സായി പോകും കേട്ടോ. മുട്ട ആ സൈഡിലേക്കും അങ്ങോട്ട് പോവാതെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് പോലെ നമ്മൾ ഇപ്പോൾ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ മുട്ട എല്ലാവിടെയും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ മിക്സ് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി മുകളിൽ കൂടെ ഒരു കോട്ട് പോലെ ബാക്കി കുറച്ചുള്ളത് മുകളിലും കൂടി കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മറിച്ചിടുന്ന സമയത്ത് അവിടേക്കും ഒരു മുട്ടയുടെ കോട്ടിങ് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ 2 സൈഡും നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബട്ടർ ഉണ്ടല്ലോ, ബട്ടർ മേലെ ഒന്ന് തൂവി കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് മറിച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ 2 സൈഡിൽ നന്നായി ബട്ടറെല്ലാം തേച്ചിട്ട് നമുക്കിത് മറിച്ചിടാവേ. ഇത് ചെയ്യുമ്പോഴേ ഗ്യാസ് സിമ്മിൽ വെച്ചാൽ മതി കേട്ടോ. കൂട്ടിയൊന്നും വെക്കരുത്. ഫസ്റ്റ് തൊട്ട് ഗ്യാസ് സിമ്മിൽ വെച്ചാൽ മതി. ഇനി നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിടാം കേട്ടോ. ഗ്യാസ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അടിഭാഗം കരിയും കേട്ടോ. ഇതിപ്പോൾ അങ്ങനെ കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ട 2-3 സാധനങ്ങളാണ്. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഓരോന്നിലും 1 സ്പൂണാണ് കേട്ടോ എടുക്കണം. അപ്പോൾ 1 സ്പൂണ് ടൊമാറ്റോ സോസ് എടുത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ളൊരു സാധനമാണ് 2ലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ളതാണ് നമ്മുടെ ചീസ് ക്രഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് മുറിച്ചതോ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്ലൈസ് ആയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഞാനത് കുറച്ച് മുറിച്ചിട്ടാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. കാരണം ഞാൻ പുറത്ത് വെച്ചപ്പോൾ കുറച്ചും കൂടി ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വേഗം കട്ട് ചെയ്ത് നമ്മളിത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചീസും ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് നമ്മൾ ബാക്കി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കയ്യിലുണ്ടായിരുന്ന കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി നമ്മളത് ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് നമ്മുടെ ഒരു താരാണ് ഈ സ്വീറ്റ് കോണില്ലേ, സ്വീറ്റ് കോണിൻ്റെ ആ കോണ് നമ്മൾ വേവിച്ചത് കുറച്ച് ഇതിലേക്ക് തൂവി കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയിലയും തൂവി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെയിൻ ഒരു ടേസ്റ്റ് ഐറ്റമാണ് ഒറിഗാനോ. അപ്പോൾ ഒറിഗാനോ കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒറിഗാനോ ഇട്ട് ഇതാണ് കുറച്ച് ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ഹെൽത്തി ഫുഡ് കുട്ടികൾക്ക് കാലത്ത്
എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു സ്പൂണും വെച്ച് ഒരു തവിയും കൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണേ. നല്ലൊരു ഭംഗിയിൽ മടക്കി കിട്ടും കേട്ടോ. ഒന്ന് പൊട്ടാതെ ഇങ്ങനെ ഒന്ന് മടക്കി രണ്ടും നന്നായിട്ട് മടക്കി ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തോളൂ, അല്ലെങ്കിൽ ഒന്ന് എണീറ്റ് പോരാൻ സാധ്യതയില്ല. എന്നാലും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് പ്രസ് ചെയ്ത് നന്നായി മടക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചോളൂ, മുറിഞ്ഞു പോകരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ എഗ്ഗ് ചീസ് ബ്രെഡ് റോൾ ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വൈറലായിട്ട് എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി ബ്രെഡ് ചീസ് ഐറ്റം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വളരെയധികം മടിയുള്ള കുട്ടികളാണ് നമ്മുടേത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തതെന്ന് വെച്ചാൽ വളരെ വെറൈറ്റിയാണ്. അത് കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാനും തോന്നും. അപ്പോൾ ഇത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തപ്പോൾ എന്താ ഉള്ളിലെ ഫില്ലിങ്സ് ഒക്കെ നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ സ്വീറ്റ് കോണും ചീസും മുട്ടയൊക്കെ ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മെസ്സേജിലൂടെ അറിയിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. താങ്ക് യു.